വെൽക്കം ഓൾ. ഇന്ന് പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് അമിതവണ്ണം. ഇറഗുലർ പീരീഡ്സ്, ആഫ്റ്റർ ഡെലിവറി, തൈറോയിഡ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇതൊക്കെ പ്രധാന കാരണങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാനായിട്ട് ഇന്ന് നമുക്കൊപ്പമുള്ളത് ഇൻകോപ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാലിനി കൃഷ്ണയാണ്. വെൽക്കം മാം. വെയ്റ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഈ സിദ്ധ വൈദ്യത്തിൽ എത്രത്തോളം ഫലപ്രദമാണ്? കാരണം എന്ന് വെച്ചാൽ പലർക്കും അറിയില്ല സിദ്ധ വൈദ്യത്തിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ ബേസിക്കലി വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഈ വെയ്റ്റ് ഗെയിൻ ചെയ്യാനുള്ള കാരണങ്ങളാണ്. സിദ്ധവൈദ്യം എന്നല്ലാതെ ഏത് ശാസ്ത്രശാഖയാണെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് അതിൻ്റെ ഈ വെയ്റ്റ് കൂടുന്നതിൻ്റെ കാരണങ്ങൾ ആദ്യം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താണോ അതിൻ്റെ കാരണം, ആ കാരണത്തിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഈ ഹോർമോൺ ചേഞ്ചസ്, അതുപോലെ PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, തൈറോയിഡ് ഇഷ്യൂസൊക്കെ വരുമ്പം വെയിറ്റ് ഗെയിൻ ചെയ്യാം. അപ്പം നമ്മൾ അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ളവരോട് പോയി നിങ്ങൾ പോയി ഡയറ്റ് ചെയ്യുക, നിങ്ങൾ പോയി ഇന്ന ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് അവരുടെ അസുഖത്തിനെ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുക, അതിനുശേഷം അവർക്ക് മറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിപ്പം സിദ്ധവൈദ്യത്തിലാണെങ്കിലും മറ്റ് ഏത് ശാസ്ത്രത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ സിദ്ധവൈദ്യത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പ്രത്യേകതരം, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രകൃതി, നമ്മുടെ ശരീരം മെയിനായിട്ട് ഞങ്ങളുടെ ശാസ്ത്രപ്രകാരം പറയുന്നത് 92 തത്വങ്ങൾ വെച്ചിട്ടാണ് നമ്മളുടെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 92 തത്വങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഈ പഞ്ചഭൂതം, പഞ്ചകോശം, പഞ്ചേന്ദ്രിയം, അതുപോലെ ത്രിദോഷങ്ങൾ, വാത, പിത്ത, കഫം, ഇതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെയാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ വരുന്ന വേരിയേഷൻസ്, അതായത് ചിലരുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ വാദപ്രകൃതിയായിരിക്കും, ചിലർക്ക് പിത്തപ്രകൃതിയായിരിക്കും, ചിലർക്ക് കഫപ്രകൃതിയായിരിക്കും, ചിലർക്ക് ദ്വന്ദ്വ പ്രകൃതിയായിരിക്കും, അതായത് വാദപിത്ത അല്ലെങ്കിൽ കഫവാദ പ്രകൃതിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിലുള്ള വേരിയേഷൻസ് വരുമ്പം, അതായത് ഈ കഫപ്രകൃതി കൂടുതലുള്ളവർക്ക് ഈ വെയിറ്റ് കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വെറുതെ അവർക്ക് വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല കൊടുക്കുന്നത്. ഈ അവരുടെ ശരീരത്തിലെ കഫത്തെ കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ, ചികിത്സകൾ, അതിനുള്ള ഡയറ്റുകൾ, എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായിരിക്കും അവർക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ ശാസ്ത്രപ്രകാരം അവരുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുക. ഇത് എങ്ങനെ കണ്ടുപിടിക്കും? എന്ത് കാരണം കൊണ്ടാണ് ഈ വെയിറ്റ് കൂടുന്നതെന്ന്? ഇപ്പം മാം പറഞ്ഞിട്ട് PCOD അല്ലെങ്കിൽ നമ്മുടെ പീരീഡ്സിൻ്റെ ഒക്കെ വിഷയം വരുമ്പോഴത്തേക്കും വണ്ണം വയ്ക്കുമല്ലോ. അപ്പം ഇത് ഏത് രീതിയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്ത് പ്രശ്നം കൊണ്ടിട്ടാണെന്ന്? അതിപ്പോൾ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആദ്യം തന്നെ നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കണം. അതായത് നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ, ഇപ്പോൾ നമുക്ക് അവർ വന്നിട്ട് നമ്മളോട് പറയാം എൻ്റെ പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ല, ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങ് വെയിറ്റ് അങ്ങ് കൂടുക, അങ്ങനെയൊക്കെ അല്ലെ പീരീഡ്സ് വരുമ്പം ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് അങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഒരു സ്ത്രീ വന്ന് പറയുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് അവരുടെ ബാക്കിയുള്ള ടെസ്റ്റുകളിലോട്ട് പോകാം. അങ്ങനെ നമുക്ക് അവരുടെ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ അത് കണ്ടുപിടിക്കാം. അതല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കും. ചിലർക്ക് വെറുതെ ഹീമോഗ്ലോബിൻ കുറഞ്ഞിരുന്നാൽ പോലും വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടും. അത് വെയിറ്റ് എന്ന് പറയുന്ന പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിൽ നീര് വയ്ക്കുന്നതും വെയിറ്റ് കൂടാനായിട്ട് കാരണമാണ്. മനസ്സിലായില്ല? അപ്പം അങ്ങനെ വരുന്നവർക്ക് ആ ശരീരത്തിൻ്റെ നീര് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കൂടാനുള്ള മരുന്ന് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നാണ് ഇതിൻ്റെ കാരണങ്ങൾ മെയിനായിട്ട് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ടീവായിട്ട് നമ്മളതിൻ്റെ ബാക്കി ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരാളുടെ വെയിറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിപ്പം നമുക്ക് മെയിനായിട്ട് BMI എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ബോഡി മാസ് ഇൻഡെക്സ് അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി ധാരണ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് വെച്ചിട്ട് നമ്മുടെ വെയിറ്റിനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന BMI കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയും. അതായത് നമ്മുടെ ഹൈറ്റ് അത് എത്രയാണോ ഒരു മീറ്ററിലെടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് അത് കിലോഗ്രാമിലെടുക്കുക. എന്നിട്ട് ഈ വെയിറ്റിനെ, അതായത് കിലോഗ്രാമിലുള്ള വെയിറ്റിനെ
നമ്മുടെ ഹൈറ്റ് അത് മീറ്ററിൽ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കിട്ടും. അത് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും ഇവർ അണ്ടർ വെയ്റ്റ് ആണോ, നോർമൽ വെയ്റ്റ് ആണോ, ഓവറാണോ, ഒബിസിറ്റി ആണോ എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു 18.5 താഴെയാണെങ്കിൽ അവർ അണ്ടർ വെയ്റ്റ് ആയിരിക്കും. അണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. അപ്പം നമ്മൾ അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ശരീരം പുഷ്ടിപ്പെടാനുള്ള മരുന്നുകൾ, ചികിത്സകൾ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് നോർമലായിട്ടുള്ള വെയിറ്റിലോട്ട് പോകും. അല്ല വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ 18.5 അതുപോലെ 24.9 ഇടയ്ക്കാണ് അവരുടെ ആ ഒരു BMI വരുന്നെങ്കിൽ അത് നോർമലാണ്. അവരുടെ ആരോഗ്യം കറക്റ്റാണ്, വെയിറ്റ് എല്ലാം കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ 25 29.9 ഇടയ്ക്കാണ് അവരുടെ BMI വരുന്നെങ്കിൽ അത് ഇച്ചിരി ഓവർ വെയിറ്റ് ആണ് എന്നും പറഞ്ഞ് ഭയങ്കര ഒബിസിറ്റി അല്ല, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. പക്ഷെ 30 മേളിൽ പോവുകയാണെങ്കിൽ അത് ഒബിസിറ്റി തന്നെയാണ്. നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ വരും. അപ്പം അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും. വണ്ണം ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെയാണ്. കാരണം ഒരുപാട് രോഗങ്ങൾ ആൾക്കാരുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഉണ്ടാവും, ഡയബറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ്, വണ്ണത്തിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണോ, എങ്ങനെയാണ് ചെയ്യണേ? അതിപ്പം ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിപ്പം നമ്മൾ അവരുടെ സെക്സ് നോക്കും. ചിലപ്പം ആണുങ്ങൾക്ക് ഒരു രീതി, പെണ്ണുങ്ങൾക്ക് ഒരു രീതി. അതുപോലെ തന്നെ കുട്ടികളിൽ ചിലപ്പോൾ ഒബിസിറ്റി കാണും, അവർക്ക് വേറൊരു രീതി. പിന്നെ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടെങ്കിൽ, തൈറോയിഡ്, അതുപോലെ മറ്റേ PCOD, അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉണ്ടല്ലോ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കൊളസ്ട്രോൾ, അങ്ങനെയുള്ളവർക്കെല്ലാം നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ള ആ ഒരു അസുഖത്തെയും കൂടെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റാണ് നമ്മൾ കൊടുക്കുക. പിന്നെ മാക്സിമം ഈ ചിലവർക്ക് ഈ ഓരോ ഹാബിറ്റ്സൊക്കെ കാണുമല്ലോ, ഐ മീൻ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെയുള്ളവർക്കാകുമ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് കാരണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വെയിറ്റ് കൂടുന്നത്. ഈവൻ നമുക്കൊരു സ്ട്രെസ്സ് കൂടിയാൽ പോലും കോർട്ടിസോളിൻ്റെ അളവ് ഹൈ ആയിട്ട് നമുക്ക് വെയിറ്റ് കൂടാം. അതുപോലെ ഉറക്കക്കുറവുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടാം. അപ്പം അതിനനുസരിച്ച് ഇവർക്ക് ഏതാണോ ഇവരെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന പ്രശ്നം, അവർക്ക് ചിലപ്പം അവർക്കൊരു മനസ്സമാധാനം ഇല്ലാത്തതായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണോ അവർക്ക് വേണ്ടത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചികിത്സ നിശ്ചയിക്കുക. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഏതാണ്? നമ്മുടെ സിദ്ധവൈദ്യത്തിൽ നമുക്ക് ഈ വണ്ണം കുറയാനുള്ള ഒരു നല്ലൊരു ട്രീറ്മെൻറ്റ് ഏതാണ്? നമുക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയാനായിട്ട് നമുക്ക് അങ്ങനെ അതൊരു പ്രോട്ടോക്കോളാണ്. അതായത് ആദ്യം തന്നെ നമ്മൾ അവരുടെ ഫുൾ ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററി എടുത്തിട്ട് എവിടെയാണോ അവർക്കൊരു പാളിച്ച വന്നിരിക്കുന്നത് അത് ആദ്യം കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, ലൈഫ് സ്റ്റൈല് പറഞ്ഞു കൊടുക്കുക. ഇത് രണ്ടും മെയിനായിട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ വാച്ച് ചെയ്യും. ഓക്കെ, ഇവർക്ക് വെയിറ്റ് കുറയുന്നുണ്ട്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും, അവർക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ്റെ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടും ഇവർക്ക് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലോട്ട് പോകും. അതായത് നമ്മൾ ഈ അഭ്യംഗം, എണ്ണയിടൽ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഫുൾ ബോഡി എണ്ണയിട്ട് വിയർപ്പിക്കുക. അപ്പോൾ കുറേ ഡീറ്റോക്സിഫൈ ആവും, നമ്മുടെ ബോഡി തന്നെ ഒന്ന് പ്യൂരിഫൈ ആവും. അങ്ങനെ വരുന്ന സമയത്ത് അതും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിൽ വരും. കൂടാതെ തന്നെ നമ്മൾ ഈ വിരേചനം പോലെ വയറിളക്കും. അപ്പം കുറേ അഴുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കുറേ മാറ്റം വരും. ഇതിൽ റെഡി ആയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇൻറ്റേർണലായിട്ടുള്ള കുറച്ച് മെഡിസിൻസും കൂടെ കൊടുക്കും. അതായത് ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് മെഡിസിൻ. അത് ഒരു തരത്തിലും യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഇപ്പോൾ എല്ലാവരും പറയും ഈ വെയിറ്റ് റിഡക്ഷൻ മെഡിസിൻ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ, അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും വരാത്ത രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് മെഡിസിൻസ് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് കൺട്രോളിങ് അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറയ്ക്കാമെന്നും പറഞ്ഞിട്ട് പല സ്ഥാപനങ്ങളും മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ദോഷകരമല്ലേ ഇത്? തീർച്ചയായും അത് നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ
ഒരു 1/2 കിലോ മുതൽ 1 കിലോ വരെയുള്ള വെയിറ്റ് നമുക്ക് മാക്സിമം കുറയാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കുറയ്ക്കാമെന്ന് ആര് പറഞ്ഞാലും അത് വളരെയധികം നമ്മളുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. അതായത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ നമുക്ക് ഒരാളുടെ ബോഡി വെയിറ്റ് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അത്രയും സമയം നമുക്ക് ആവശ്യമുണ്ട്. ഒരു 6 മാസം വേണമെന്നാണ് മാം പറഞ്ഞത്. അതെ അതെ. അല്ലാതെ നമ്മളിങ്ങനെ ഈ ഒരാഴ്ച കൊണ്ടല്ല 1 മാസം കൊണ്ടൊക്കെ വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം നമ്മുടെ ശരീരത്തെ ഓരോ സിസ്റ്റത്തെയും പല രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കും. അതുമാത്രമല്ല, നമ്മൾ വെയിറ്റ് കുറയുമ്പം തീർച്ചയായിട്ടും അതൊരിക്കലും അൺഹെൽത്തി ആയിട്ട് കുറയ്ക്കാനും പാടില്ല. നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ എന്തൊക്കെയാണോ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അത് കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ പാടുള്ളൂ. അല്ലാതെ പട്ടിണി കിടന്നു അങ്ങനൊന്നും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരിക്കലും അല്ല പെട്ടെന്ന് ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയും എന്നും പറഞ്ഞ് എവിടെയെങ്കിലും അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പോകാതിരിക്കുക. വെയിറ്റ് എപ്പോഴും സമയമെടുത്ത് തന്നെ കുറയുള്ളൂ. ഒരിക്കലും വെയിറ്റ് നമ്മളുടെ ശരീരത്തിൽ കൂടുന്ന ഒട്ടും പെട്ടെന്നല്ല, അത് വർഷങ്ങളെടുത്ത് തന്നെയാണ് നമ്മളുടെ ശരീരം വെയിറ്റ് വെച്ച് വരുന്നത്. അപ്പം അത് കുറയാനും അത്ര തന്നെ സമയം എടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞു, ഈ പട്ടിണി കിടന്ന് വെയിറ്റ് കുറച്ചാലുള്ള ഒരു പ്രശ്നം എന്താണ്? ഈ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആരോഗ്യകരമായിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ രീതി അല്ല. ശരിക്കും നമ്മുടെ ശരീരത്തിലെ മസിലിൻ്റെ ഇത് കുറയും, മസിൽ വെയിറ്റ് കുറയും. അതുപോലെ തന്നെ ബോഡിയിലെ ഫ്ലൂയിഡ്, വാട്ടർ ലോസും സംഭവിക്കും. അല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കില്ല. നമ്മളെപ്പോഴും ചില ആളുകൾ കണ്ടിട്ടില്ലേ, വെയിറ്റ് കുറച്ചിട്ടും അവരിങ്ങനെ ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് വരെ ചോദിക്കും, ഷുഗർ ആണോ അങ്ങനെ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് വെയിറ്റ് കുറച്ചതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ശരിക്കും അങ്ങനെ അല്ല വേണ്ടത്. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാ അതായത് സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായിരിക്കണം. അതിൽ കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, നല്ല ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം. എല്ലാം അടങ്ങിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കണം. ക്വാണ്ടിറ്റി കുറവായിരിക്കണം, ക്വാളിറ്റി കൂടുതലായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളെ കാണുമ്പോൾ ഒരു തേജസ്സും ഓജസ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പട്ടിണി കിടന്ന് വണ്ണം കുറച്ച് എന്തെങ്കിലും അസുഖം പിടിച്ച പോലെ ഇരിക്കും. ശരിക്കും അങ്ങനെ അല്ല വരേണ്ടത്. നല്ല രീതിയിൽ വെയിറ്റ് കുറയുമ്പോൾ നമ്മളെ കാണാനും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും ഐശ്വര്യവും ഒരു വെയിറ്റ്, നമ്മൾക്ക് ആവശ്യമുള്ള വെയിറ്റ് അത് കാഴ്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും വെയിറ്റ് കുറയ്ക്കുമ്പോൾ അങ്ങനെ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ച് തന്നെ വെയിറ്റ് കുറയ്ക്കണം. നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് വർക്കൗട്ട് ചെയ്ത് എക്സസൈസ് ചെയ്ത് തന്നെ വെയിറ്റ് കുറയ്ക്കണം. പട്ടിണി കിടന്ന് ഒരു കാരണവശാലും വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കരുത്. നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവമാണ്, ഈ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വയറിലെ കൊഴുപ്പ് നീക്കിയിട്ട് അംഗവൈകല്യം സംഭവിച്ചൊരു പ്രശ്നം ഉണ്ടായി ഇവിടെ. അപ്പം അങ്ങനെയുള്ള സർജറിയൊക്കെ ഫലപ്രദമാണോ? അങ്ങനെയുള്ള സർജറി അത് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ പ്രോപ്പർ ഗൈഡൻസിൽ നല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലിനിക്കിലൊക്കെ പോയി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഏറ്റവും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മളൊരു പെട്ടെന്നുള്ള ഒരു റിസൾട്ട് നോക്കാതെ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് നല്ല ഡയറ്റൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നത് തന്നെയാണ് ഈ ഒരു പെട്ടെന്നുള്ള ഇതിനേക്കാളും ഏറ്റവും ബെറ്റർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ പോവല്ലോ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയറ്റ് എടുക്കുകയാണെങ്കിലും അതോ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും അതും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോടുകൂടി മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും, നിങ്ങൾ ഇത് ചെയ്യുക അത് ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കാതെ നമുക്ക് നല്ല റെപ്യൂട്ടഡ് ആണെന്ന് തോന്നുന്ന ഡോക്ടർ അല്ലെ ക്ലിനിക്ക് അല്ലെ ന്യൂട്രീഷനിസ്റ്റ് അങ്ങനെ അവരുടെ അടുത്ത് പോയി നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുകയും അതുപോലെ തന്നെ എക്സസൈസ് ആണെങ്കിലും നല്ല സ്ഥലത്ത് പോയി
അവരുടെ ഒരു ഗൈഡൻസോടുകൂടി മാത്രം എക്സസൈസ് ചെയ്യുക. അല്ലെ യോഗയാണെങ്കിൽ പോലും നല്ലൊരു ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോയി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മളിപ്പം ഒരാൾക്കിപ്പം വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? കൂടാതെ തന്നെ എന്തൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ആദ്യം എടുക്കേണ്ട മുൻകരുതലും പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കെയറും എന്തൊക്കെയാണ്? ഞാനിങ്ങനെ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് ഞാനിങ്ങനെ കടക്കുവാണ്. അപ്പം നമ്മുടെ മൈൻഡിനെ ആദ്യം ഒന്ന് സെറ്റാക്കാം, പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രിങ്കിങ്, സ്മോക്കിങ് അതുപോലുള്ള മറ്റ് എന്തെങ്കിലും ദുശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. ആദ്യം അത് ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും ഇപ്പോൾ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരു രീതിയാണെങ്കിൽ കുറച്ച് നാൾ മാറി നിന്നാലും കുഴപ്പമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് കിടന്ന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കും. അപ്പം അവർക്ക് മറ്റു ഭക്ഷണങ്ങളൊന്നും അവർ കാണുന്നില്ല, നമ്മൾ കൊടുക്കുന്ന മാത്രമേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകമായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കാൻ തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് മെൻ്റലി ആദ്യം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഡയറ്റ് ഇങ്ങനെ വറുത്തത് പൊരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഈ സ്ത്രീകളൊക്കെ പ്രത്യേകം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കും. അപ്പോൾ എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടണം എന്നൊക്കെയുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇതിനായിട്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് റെഡിയാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ജേർണി തുടങ്ങിക്കഴിഞ്ഞ് അത് നമ്മളൊരു ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഭയങ്കര ടാസ്ക്കാണ്, ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതിന് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ശീലങ്ങളിലോട്ട് പോകാതിരിക്കുക. ഇതിനെല്ലാം ബേസിക്കായിട്ട് വേണ്ടത് നമുക്ക് മൈൻഡാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾക്കൊരു ഐഡിയലായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടുവച്ചേക്കുക, ഞാൻ ഇവരുടെ വെയിറ്റിൽ നിന്ന് ഞാൻ മാറില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം. പറ്റുവാണെങ്കിൽ നമ്മുടെ ഒരു നല്ല ഫോട്ടോ എടുത്ത് വെച്ചേക്കുക, ഇനി ഈ ഒരു ചേഞ്ചസിൽ നിന്ന് ഞാൻ മാറില്ല എന്നുള്ള ഒരു ഇത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ മടങ്ങി പോകാതിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണെങ്കിലും നമുക്ക് ചേരുന്ന ഡ്രസ്സ് ഇടുക. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് വണ്ണമുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അപ്പം ഞാൻ ഇച്ചിരി വണ്ണം ഇനി എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കൂടുതൽ കഴിച്ചെന്നിരിക്കുക. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാനായിട്ട് നോക്കുക. വർക്കൗട്ട് ഒരിക്കലും മുടക്കാതിരിക്കുക. പ്രത്യേകിച്ച് യോഗ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ശീലമാക്കുക. അങ്ങനെ ചെയ്താൽ വെയിറ്റ് കുറയുമല്ലേ? യോഗ ചെയ്താൽ വെയിറ്റ് കുറയും, പക്ഷെ യോഗ മാത്രം ചെയ്താൽ അതുകൊണ്ട് മാത്രം വെയിറ്റ് കുറയില്ല. ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യണം. കൂടെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ചിലർ ഭക്ഷണം നിയന്ത്രിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും വണ്ണം കുറയാത്തവരുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിന് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതായത് അവരുടെ പ്രകൃതിയാണ്, അവരുടെ ശരീരം കഫപ്രകൃതമാണ്. ചില ആളുകൾ പറയും ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ട് പോലും വണ്ണം വെക്കാന്ന് പറയും. ചിലരാണ് എന്തോരം കഴിച്ചാലും മെലിഞ്ഞിരിക്കുകയും ചെയ്യും. അത് ഇവരുടെ ബേസിക് പ്രകൃതി അങ്ങനെ ആയതുകൊണ്ട്. അതായത് ഈ പിത്തപ്രകൃതിയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് കഴിച്ചാലും അവരുടെ ബോഡി പെട്ടെന്ന് അതങ്ങ് ദഹിപ്പിച്ച് അവർ വേറെ യാതൊരു, പക്ഷെ കഫപ്രകൃതമാണെങ്കിൽ ആ ദഹനം ഭയങ്കര മന്ദഗതിയിലായിരിക്കും. അപ്പം ഇതവിടെ വയറ്റിക്കിടന്ന് ദഹിക്കാനുള്ള സമയം കൂടുതൽ. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ മധുരത്തോട് ഭയങ്കര ഒരു ക്രേവിങ് കൂടെ കാണും. അപ്പോൾ ഇതും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഇവരെപ്പോഴും തടിച്ചു തന്നെ ഇരിക്കും. അപ്പോൾ അവർ പറയും ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല. പക്ഷെ അതിൻ്റെ കാരണം അവരുടെ പിന്നെ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം ഈ പറയുന്ന ആളുകൾക്ക് പാരമ്പര്യമായിട്ട് നല്ല വണ്ണം ഉള്ളവരാണെങ്കിൽ അതും ഒരു റീസണാണ് വണ്ണം കുറയാൻ. പിന്നെ അവരെന്തൊക്കെ ചെയ്താലും വെച്ചാൽ അവരുടെ ജനറ്റിക് നേച്ചർ അതാണ്. അത് എത്ര ശതമാനമാണ് എന്ന് വെച്ചാൽ ഇപ്പം പാരൻസിന് ആർക്കെങ്കിലും
അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല വണ്ണം കാണും. അപ്പോൾ അത് കുഞ്ഞുങ്ങളിലേക്ക് വരാനായിട്ട് എത്രത്തോളം ചാൻസ് ഉണ്ടാവും? അതൊരു 60 മുതൽ 70% വരെ അങ്ങനെ ഒരു റേഞ്ചിൽ ആളുകൾക്ക് വരാം. പക്ഷെ നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട. എനിക്ക് പാരൻസിന് ഭയങ്കര വണ്ണമുണ്ട്, അതുകൊണ്ട് ഞാൻ വണ്ണം വെച്ച് പോകുമെന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് അത് കുറച്ച് മുൻകൂട്ടി കണ്ട് എല്ലാവരും ഈ വണ്ണം വെച്ച് കഴിയുമ്പോഴാണ് ഇത് കുറയ്ക്കാനായിട്ട് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ പാരമ്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു പ്രിക്കോഷൻസ് നമ്മൾ ആദ്യമേ വർക്കൗട്ടും ഡയറ്റും എല്ലാം ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതുപോലെ വലിയ കാര്യമായിട്ട് വണ്ണം വെക്കില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയ ഒരു സാധനമാണ് ഈ ഇളം ചൂട് വെള്ളത്തിൽ ലൈമും ജിഞ്ചറും പിന്നെ ഹണിയൊക്കെ ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പൊക്കെ മാറി പെട്ടെന്ന് വണ്ണം കുറയുന്നു. ശരിക്കും ആക്ച്വലി അങ്ങനെയാണോ? ശരിക്കും ഈ പറയുന്ന 3 സംഭവങ്ങളും വണ്ണം കുറയ്ക്കാൻ നല്ലത് തന്നെയാണ്. അതായത് ഡൈജഷൻ കൂട്ടും, അതുപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസം കൂട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന 3 സംഭവങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഇത് രാവിലെ ഇത് കഴിച്ചിട്ട് പിന്നെ പോയി അവർക്ക് ഇഷ്ടമുള്ള എല്ലാം വാരി വലിച്ച് തിന്നിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് വണ്ണം കുറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളൊരു വെയിറ്റ് റിഡക്ഷൻ ജേർണിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അല്ലാണ്ട് ഇത് കഴിച്ചെന്നും പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ വണ്ണം കുറയത്തില്ല. പിന്നെ ഇത് ABC ജ്യൂസ്. ഈ ABC ജ്യൂസ് ആക്ച്വലി ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഇതിൽ പല വീഡിയോസിലും അതിൽ വന്നിട്ട് ഹണി കാണിക്കും, ഹണി ചേർക്കും, പിന്നെ വന്നിട്ട് നെല്ലിക്ക, ചിലതിൽ നെല്ലിക്ക ചേർക്കും, ചിലതിൽ ലൈം ജ്യൂസ് ചേർക്കും. ആക്ച്വലി ഈ ABC ജ്യൂസിന്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ ABC ജ്യൂസ് തന്നെ ആയിരിക്കണം. അതിൽ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും മാത്രമേ പാടുള്ളൂ. അത് ആ ഒരു ചവർപ്പോടെ അല്ല ആ ഒരു ടേസ്റ്റോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോപ്പർ റിസൾട്ട് വരും. പിന്നെ വേണമെങ്കിൽ ഹണി ചേർക്കാം, കുഴപ്പമില്ല, പക്ഷെ അത് പ്യുവർ ആയിരിക്കണം. ഹണി എന്ന് പറയുന്ന ഹണി തന്നെ ഒരുപാട് അഡൾട്രേഷൻ വരുന്നുണ്ട്. അതായത് അതിൽ ഒരു പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉരുക്കി ചേർത്ത് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ പ്യുവർ ഹണിയാണെങ്കിൽ അതും ചെറുതേനാണെങ്കിൽ നല്ല രീതിയിൽ നമ്മളുടെ ബോഡി ഫാറ്റ് കുറയും, വെയിറ്റ് കുറയും. ചെറുതേൻ തന്നെ, ചെറുതേന് നല്ല വിലയാണ്, പക്ഷെ അത് നല്ലതാണോന്ന് നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അത് കഴിച്ച് വരുമ്പം നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഇത് കഴിക്കാൻ പ്രത്യേക ടൈം ഉണ്ടോ? മോർണിംഗോ? മോർണിംഗ് രാവിലെ കഴിക്കുന്ന വെറും വയറ്റിൽ കഴിക്കും. പക്ഷെ വെറും വയറ്റിൽ എപ്പോഴും നമ്മൾ വേറെ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ വെയിറ്റ് റിഡക്ഷന് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർ വെള്ളം കൂടുതലായിട്ട് കുടിക്കണം. ദിവസം ഒരു 2, 3, 4 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടോയെന്നും കൂടെ നോക്കണം. പിന്നെ വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, എക്സസൈസ് വേണം. അതായത് സ്വെറ്റിൽ കൂടെ, യൂറിനിൽ കൂടെ, മോഷനിൽ കൂടെ ഒക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇത് കളയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ധാരാളം വെള്ളം കുടിക്കും. നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്? ഈ ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? പച്ചക്കറികളിൽ നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് കൂടി വരുന്നത് മെയിനായിട്ട് പൊട്ടറ്റോയിൽ അങ്ങനെ വരും. കാർബോഹൈഡ്രേറ്റ് ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ചേന, അതിലൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ മത്തങ്ങ, ബീട്രൂട്ട്, ഇതിലൊക്കെ മിതമായ അളവിൽ കഴിക്കാം, അമിതമായിട്ട് കഴിക്കണ്ട. പക്ഷേ ഈ കപ്പ, പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ഇതിലെല്ലാം കുറച്ച് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറികൾ ധാരാളം കഴിക്കണം. ഇലക്കറികളെല്ലാം സാലഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ, ഒന്ന് ആവി കയറ്റിയോ അങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഫൈബർ കൂടുതലാണ്, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി മെറ്റബോളിസം കൂടും. അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൽ നല്ല ശോധന നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനാണേലും ഒക്കെ നല്ല വ്യത്യാസം വരും. നമ്മൾ ഉച്ചയ്ക്ക് മീൽസ് കഴിക്കുമല്ലോ, അപ്പം ഈ മീൽസ് ഒഴിവാക്കിയിട്ട് നല്ലൊരു ജ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡ് ഏതായിരിക്കും?
മീൽസ് ഒഴിവാക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒന്നും ഒഴിവാക്കണ്ട, പക്ഷെ നമ്മളതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി കൂട്ടുക. അതായത് ഇപ്പം ചോറെടുക്കുകയാണെങ്കിൽ നല്ല ബ്രൗൺ റൈസ്, ഈ തവിടുള്ള അരി, അതൊരു സ്പൂൺ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചക്കറികൾ, ഇതുപോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അത് ചെറിയ ഈ കടല, അതിലൊക്കെ നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട്. അത് കുറച്ചൊന്ന് പുഴുങ്ങി അതിൻ്റെ കൂടെ ഇടുക. അതുപോലെ ഈ ചോളം ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് ഒരു സാലഡാക്കി ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട് ഇപ്പം രാവിലെ വേണമെങ്കിൽ രാവിലെയും കഴിക്കാം, അല്ല ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ഓംലെറ്റോ അല്ലെ ഒരു മുട്ട പുഴുങ്ങിയതോ കഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഓൾമോസ്റ്റ് ഏകദേശം അതിൽ കാർബോഹൈഡ്രേറ്റായി, പ്രോട്ടീനായി, ഫാറ്റായി, അതിൻ്റെ എല്ലാം ഒരു നിശ്ചിത അളവിൽ അതിലടങ്ങിയിരിക്കും. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ 3 നേരം കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള വെയിറ്റ് കുറയുന്നത്. ഈ ഗ്രീൻ ടീ, ആക്ച്വലി ഈ ഗ്രീൻ ടീ ഏത് ടൈമിലാണ് കുടിക്കേണ്ടത്? ചിലർ പറയും രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കണം. ചിലർ പറയാറുണ്ട് ഫുഡ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുടിക്കേണ്ടത്. ആക്ച്വലി ഏത് ടൈമിലാണ് ഗ്രീൻ ടീ നമ്മൾ കുടിക്കേണ്ടത്? ഗ്രീൻ ടീ നമ്മൾ മാക്സിമം രാവിലെ എണീറ്റ് ഉടനെ കുടിക്കാതിരിക്കുക നല്ലത്. ഗ്രീൻ ടീ എപ്പോഴും ഇച്ചിരി 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചതിന് ശേഷം മാത്രം ഗ്രീൻ ടീ കുടിക്കാനായിട്ട് നോക്കുക. അത് ഇപ്പം മാക്സിമം ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിൽ 1 മണിക്കൂറിന് ശേഷം ഗ്രീൻ ടീ കുടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വെറും വയറ്റിൽ കുടിക്കാനായിട്ട് ഞാൻ പറയില്ല. ചിലർക്ക് അതൊരു അസിഡിറ്റി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം മാക്സിമം 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചതിന് ശേഷം മാത്രം കുടിക്കാനായിട്ട് നോക്കുക. ഈ ഫാറ്റിൽ ഗുഡ് ഫാറ്റും ഉണ്ട്, ബാഡ് ഫാറ്റും ഉണ്ട്. അപ്പം നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ, പിന്നെ ബട്ടർ, ചീസ്, ഇതൊക്കെ ഏത് ഇതിൽ വരും? ഗുഡാണോ ബാഡാണോ? കോക്കനട്ട് ഓയിൽ, ഗീ, അതിലൊക്കെ ഗുഡ് ഫാറ്റ് വരുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് സാധനമാണെങ്കിലും അമിതമായി പോയാലാണ് പ്രശ്നം. അത് മിതമായിട്ട്, ഇപ്പോൾ കോക്കനട്ട് ഓയിലിൽ തന്നെ നമുക്ക് ഡൈജഷന് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. കോക്കനട്ട് ഓയിൽ പക്ഷെ ഡെയിലി നമ്മളൊരു 2-3 ടേബിൾ സ്പൂണിൽ കൂടാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാടായിട്ടുണ്ടെങ്കിൽ LDL കൊളസ്ട്രോൾ കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഒരുപാട് യൂസ് ചെയ്യാതിരുന്നാൽ മതി, മിതമായിട്ട് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നെയ്യാണെങ്കിലും നെയ്യിലും ഗുഡ് ഫാറ്റാണുള്ളത്. അപ്പോൾ നെയ്യ് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ. രാവിലെ 1 സ്പൂൺ നെയ്യ് ഇച്ചിരി വെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ ഗട്ട് ഹെൽത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആവും, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. അത് നല്ലതാണ് നെയ്യ് കഴിക്കുന്നത്. നെയ്യ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളൊരു 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ, കോക്കനട്ട് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ, നെയ്യാണെങ്കിൽ ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതുപോലെ ബട്ടർ ആണെങ്കിലും മോഡറേറ്റ് ആയിട്ട് ചെറിയ ഒരളവിൽ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ബട്ട് ഈ പറയുന്ന സാധനം ഇപ്പം ചീസാണെങ്കിലും ഒരു 30 ഗ്രാം വരെ നമുക്ക് ഡെയിലി കഴിക്കാം, അതിൽ ദോഷമൊന്നുമില്ല. അതിൽ നല്ല കാൽഷ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട് ചീസിൽ. അതുകൊണ്ട് അതൊക്കെ കുറേശ്ശെ കഴിക്കുന്നതല്ല, ഇതൊക്കെ അളവിൽ കൂടണം. പിന്നെ ഈ ബട്ടറും ചീസും കഴിക്കുമ്പോൾ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പ്രോസസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. ചീസാകുമ്പോൾ നമുക്ക് ഈ മൊസറല്ല ചീസാണ് ബെസ്റ്റ്. ഈ സോൾട്ട് ഇല്ലാത്ത ബട്ടറും നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ചോറിന് പകരം മില്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പലരും പറയുന്നുണ്ട്. മില്ലറ്റ് നല്ലതാണോ? ആക്ച്വലി ചോറിന് പകരം കഴിക്കാൻ പറ്റിയതാണോ ഈ മില്ലറ്റ്? മില്ലറ്റ് കഴിക്കാം, കാർബോഹൈഡ്രേറ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ ചോറിന് പകരം കഴിക്കുക എന്നല്ല. ഇപ്പോൾ ഒരു ദിവസം ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം മില്ലറ്റ് കഴിക്കാം. അല്ലാതെ ഈ ചോറ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് മില്ലറ്റ് കഴിക്കണം എന്നില്ല. മില്ലറ്റ് നല്ല ഓപ്ഷനാണ്. പിന്നെ അതാണ് ഇഷ്ടമെങ്കിൽ ചോറിനേക്കാളും മില്ലറ്റ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് കഴിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് മാറി മാറി കഴിക്കുക എന്നുള്ളത്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ചോറ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചോറിൽ അങ്ങനെ അധികം വണ്ണം വെക്കില്ല. നമ്മൾ ഈ കറി കൂട്ടി ചോറ് കുറച്ച് കഴിച്ചാൽ മതി. ഇപ്പം കറി നല്ല ടേസ്റ്റ് ആണെങ്കിൽ ചോറങ്ങ് ഭയങ്കരമായിട്ട് കൂടും, കാർബോഹൈഡ്രേറ്റ് ഭയങ്കരമായിട്ട് കൂടും. അതാണ് ഈ പ്രശ്നം കൂടുതൽ. ചോറെപ്പോഴും വളരെ മിതമായിട്ട് കഴിച്ചിട്ടുണ്ട്. ശരീരത്തിന് ഏറ്റവും നല്ലൊരു ആഹാരമാണ് ചോറ്. ഈ പലരും ഈ നോൺ വെജ് കഴിക്കില്ല, ഞാൻ വെയിറ്റ് വെക്കാണ്ട് ഞാൻ നോൺ വെജ് ഒഴിവാക്കി, ഞാൻ കഴിക്കില്ല എന്ന് പറയും. ആക്ച്വലി നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടിട്ടാണോ വണ്ണം വെക്കണേ? ഒരിക്കലും അല്ല. നോൺ വെജ് ഒഴിവാക്കിയൊന്നും പറഞ്ഞിട്ട് വണ്ണം കുറയൊന്നുമില്ല. വെജിറ്റേറിയൻ മാത്രമായെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നോൺ വെജ് അതിൽ തന്നെ നമുക്ക് ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, എഗ്ഗുണ്ട്.
ഇതൊക്കെ ലീൻ പ്രോട്ടീൻ എന്ന് പറയും. അതായത് ഏറ്റവും നല്ല ശരീരത്തിന് നല്ല പ്രോട്ടീനുകളാണ്. പക്ഷെ ഇതെങ്ങനെ കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വണ്ണം കൂടുകയോ കുറയുക. ഇതെല്ലാം നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ചുട്ട് കഴിക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തോ അല്ലെ ഓയിലി ആയിട്ട് കൂടുതൽ കഴിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നം. ഏറ്റവും നല്ല പ്രോട്ടീനാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നോൺ വെജിൽ ഒരിക്കലും വണ്ണം കൂടില്ല. നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീനൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷെ അത് ശരിയായ രീതിയിൽ കഴിക്കണം. ഈ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലരും ഡയറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പലർക്കും അറിയില്ല നല്ല ഡയറ്റ് ഏതാണെന്ന് പോലും അറിയില്ല. ഒരു നല്ല ഡയറ്റ് പറയാമോ? അതായത് മെയിനായിട്ട് വരേണ്ടത് കാർബോഹൈഡ്രേറ്റ് തന്നെ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇത് മൂന്നും വേണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചോറ്, മില്ലറ്റ് അതുപോലുള്ള കുറേ സാധനങ്ങൾ വരും, അതെല്ലാം ഉൾപ്പെടുത്താം. പ്രോട്ടീനിൽ ഇതുപോലെ മുട്ട, അതുപോലെ ചിക്കൻ, ഫിഷ് അതെല്ലാം ഉൾപ്പെടുത്താം. ഫാറ്റിൽ നല്ല ഓയിൽ, അതുപോലെ തന്നെ നട്ട്സിലും ഒക്കെ നല്ല ഫാറ്റാണ്. ഈ വാൾനട്ട്, കാഷ്യൂ, ബദാം, പിസ്ത അതുപോലുള്ള നട്ട്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈബർ, നാരുകൾ അടങ്ങിയിട്ടുള്ള, അതുപോലെ മിനറൽസ് എല്ലാം മറ്റ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇത് ഇത്രയും കൂടെ ഉൾപ്പെടുത്തി വരുമ്പോൾ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റായി ഇത് ഡിവൈഡ് ചെയ്ത് കഴിച്ചാൽ മതി. അല്ലാതെ അതിനായിട്ട് ഇന്നത് കഴിച്ചാലേ നിങ്ങൾക്ക് വണ്ണം കുറയൂ അങ്ങനൊന്നുമില്ല. പിന്നെ പറ്റുവാണെങ്കിൽ ഈ ചിയ സീഡ്സ് ഒക്കെ പോലെ അതും ലെമണൊക്കെ ചേർത്തിട്ട് ഒരു ഡ്രിങ്ക് ആയിട്ട് ഏതെങ്കിലും ഒക്കെ നേരം കഴിക്കുന്നത് അത് നല്ലതാണ്. ഇത് ഇങ്ങനെ വെറും വയറ്റിൽ കഴിക്കണ ചിയ സീഡ്സിൻ്റെ അത് ഇല്ല, അത് നമുക്ക് വേണമെങ്കിൽ ഒരു 11 മണിക്കോ അങ്ങനെ വെറും വയറ്റിൽ കഴിക്കണം നിർബന്ധമില്ല. കഴിച്ചെന്നോർത്തും കുഴപ്പമില്ല. പക്ഷെ വെറും വയറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. അത് നല്ല രീതിയിൽ നമ്മളുടെ ബോഡി ഒന്ന് ഡീറ്റോക്സിഫൈ ചെയ്യാൻ സഹായിക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്ത് വേണേലും കഴിക്കാം, കുഴപ്പമില്ല. ചിയ സീഡ്സോ എന്ത് വേണേലും കഴിക്കാം, പ്രശ്നമില്ല. കീറ്റോ ഡയറ്റ് ചെയ്ത് പണി കിട്ടിയ പലരും ഉണ്ട്. ആക്ച്വലി കീറ്റോ ഡയറ്റ് എന്താണ്? ഇതിൻ്റെ ഒരു ദൂഷ്യവശം ഒന്ന് പറഞ്ഞുതരാം. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടൈം എന്താ പറയുക ഫാറ്റ് മെറ്റബോളിസത്തിന് വേണ്ടി ചെയ്യുന്ന ഡയറ്റാണ്. പക്ഷെ അതിലൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് വരാറുണ്ട്. പിന്നെ അതൊരു ലോങ് ടൈം ആയിട്ട് നിൽക്കുന്നില്ല. നമ്മളെപ്പോൾ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നോ വീണ്ടും ആൾ പഴയതുപോലെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എന്ത് ഡയറ്റ് നോക്കിയാലും ചെയ്യുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഡോക്ടറുടെ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ ഒരു അഡ്വൈസോടെ ചെയ്യാമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 2 പാനീയം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി 1 സ്പൂൺ ചുക്കില്ലേ, ചുക്കിൻ്റെ പൊടി 1 സ്പൂൺ എടുക്കുക. 1 സ്പൂൺ ജീരകം എടുക്കുക. പിന്നെ ഒരു 5 കുരുമുളക് ഇതും കൂടി ഇട്ടിട്ട് കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചിടുക. എന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് ഡെയിലി കുടിക്കുക. പിന്നെ ഇത് കുടിച്ചു എന്ന് പറഞ്ഞ് മാത്രം വെയിറ്റ് കുറയുമെന്ന് വിചാരിക്കണ്ട. അതിൽ ഞാനീ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളും കൂടെ കൺട്രോൾ ചെയ്യണം. പിന്നെ നന്നായിട്ട് ഉറങ്ങണം. ഉറക്കം ഒരു മസ്റ്റാണ് ഇതിൽ. ഉറക്കം, സ്ട്രെസ്സ്, ഇത് രണ്ടും നല്ല രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതായത് ഒരു മനസ്സമാധാനം വേണം. മനസ്സിനൊരു സുഖവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിന് ഫലപ്രദമായിട്ട് കാര്യങ്ങളെല്ലാം നേരെ വരുള്ളൂ. താങ്ക് യു മാം. താങ്ക് യു.